ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും അവൾ ഈ നാട്ടിൽ നിന്ന് പോയില്ലേ, ഇനിയെങ്കിലും അവളെ വെറുതെ വിട്ടേക്ക്. മമ്മി ഇപ്പോഴും അവൾക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞ കാര്യം അവൾ അങ്ങനെ തന്നെ അനുസരിച്ചു. അവളുടെ അമ്മയും കൂട്ടി ആരും അറിയാത്തൊരു സ്ഥലത്തേക്ക് അവൾ പോവാൻ സമ്മതിച്ചു മോളെ. അത് ചെറിയ കാര്യമൊന്നും അല്ല. ഞാൻ ഗാഥാ മേഡത്തിനെ കണ്ടു, അത് ഗാഥാ മേഡം തന്നെ, അതാണ് അയാളുടെ വാദം. മാണിക്കുഞ്ഞിന് തോന്നിയതായിരിക്കും, പക്ഷെ എന്റെ ഡൗട്ട് അതല്ല. മാണിക്കുഞ്ഞിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് തന്നെ കണ്ടുവെന്ന്. ഇവിടെയാണെങ്കിൽ അമ്മാവനും അമ്മായും കീർത്തിയൊക്കെ പലതവണ തർക്കിച്ചിട്ടുണ്ട്. എടോ, സത്യത്തില് ഈ സിറ്റിയിൽ തന്നെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? അഥവാ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളൊന്ന് നേരിട്ട് കാണണം, എന്നിട്ട് തന്നെ കൊണ്ടുപോയിട്ട് അയാളുടെ അടുത്ത് നിർത്തണം. അപ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും രണ്ട് ഗാഥയുണ്ടോ അതോ ഒരാളെ ഉള്ളൂന്നോ. ഒന്ന് നിർത്തുന്നുണ്ടോ? എത്ര സന്തോഷത്തോടു കൂടിയാ ഞാൻ നവീനെ കാത്തിരുന്നത്. എന്നിട്ട് എന്റെ അടുത്ത് വന്നിരുന്ന് പറയുന്ന കഥ കേട്ടില്ലേ? ഗാഥ, മറ്റുള്ളവരുടെ സംശയം ഇവിടെ നിൽക്കട്ടെ, നവീൻ എന്നെ സംശയമുണ്ടോ? എന്നെ പോലെ വേറൊരാളുണ്ട്, ഞാൻ നവീനെ കബളിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? എടോ, ഒരു തമാശ ഉണ്ടായി, അത് ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. എന്ത് പറയുന്നതിനും ഒരു നേരവും കാലമുണ്ട്. എന്നെ ഹേർട്ട് ചെയ്തുകൊണ്ടല്ല നവീൻ തമാശ പറയേണ്ടത്. ഗാഥ, ഇത്തരം തമാശകളൊക്കെ താൻ ഉൾക്കൊള്ളാറുള്ളല്ലേ? നവീൻ ഇപ്പൊ ചോദ്യം ചെയ്തത് എന്റെ ഐഡന്റിറ്റിയാ. അതെങ്ങനെ എനിക്ക് തമാശയായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഉള്ളിന്റെ ഉള്ളില് എന്തൊക്കെയോ കൂട്ടി വെച്ചിട്ടുണ്ട്. അതെടുത്ത് പുറത്തിടാൻ വേണ്ടിയാ ഇപ്പൊ എന്റെ മുന്നില് ഈ കഥ അവതരിപ്പിക്കുന്നത്. എന്റെ പുറകെ വരാൻ നിൽക്കണ്ട. എന്റെ മൂടെല്ലാം സ്പോയിലായി. എനിക്കിപ്പോ തലവേദന എടുത്തു തുടങ്ങി. ഇത് നമുക്ക് ഒന്നിച്ച് നമ്മുടെ ബെഡ്റൂമിൽ കഴിയാന്ന് ഞാൻ വിചാരിച്ചത്. അതിനൊരു മനസ്സുണ്ടാവണ്ടേ, ആ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവണ്ടേ? അതില്ലെന്നാ ഞാൻ പറഞ്ഞത്. എനിക്കിനി ഒന്നും സംസാരിക്കാനില്ല നവീൻ. ഹലോ, എന്താ മോളെ ഈ നേരത്ത്? മമ്മി ഉറങ്ങായിരുന്നോ? അതെ. ഹാ, മമ്മിക്ക് ഉറങ്ങാലോ, എല്ലാം സേഫ് ആണല്ലോ അല്ലേ? എന്തു പറ്റി? മമ്മി ഒരുത്തിയെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയച്ചില്ലേ, കൃഷ്ണ. അവള് പക്ഷേ വെറുതെ അങ്ങ് പോയില്ല. പോകുന്നതിന് മുൻപ് അവള് നവീന്റെ മുന്നിൽ ചെന്ന് ചാടി. എവിടെ വെച്ച്? ഈ സിറ്റിക്കകത്ത് വെച്ച് തന്നെ. നവീൻ കണ്ടില്ല, മാണിക്കുഞ്ഞ് അവളെ കണ്ടത്. നവീൻ ഇപ്പൊ എന്നോട് ചോദിച്ചു തന്നെ പോലെ വേറൊരാളുണ്ടോ എന്ന്. അയാളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന്. ഞാൻ എന്താ മമ്മി പറയണ്ടേ? ഇതൊക്കെ അവള് മനഃപൂർവ്വം ചെയ്തതാ. അവൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് പകരം വീട്ടാൻ എന്റെ ജീവിതം അവൾക്ക് ഇല്ലാതാക്കണം. അതിനു വേണ്ടിട്ട് അവൾ ഇതൊക്കെ ചെയ്യുന്ന. അതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല. അതിനുവേണ്ടി അവളെ വിളിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും അവൾ ഈ നാട്ടിൽ നിന്ന് പോയില്ലേ, ഇനിയെങ്കിലും അവളെ വെറുതെ വിട്ടേക്ക്. മമ്മി ഇപ്പോഴും അവൾക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞ കാര്യം അവൾ അങ്ങനെ തന്നെ അനുസരിച്ചു. അവളുടെ അമ്മയും കൂട്ടി ആരും അറിയാത്തൊരു സ്ഥലത്തേക്ക് അവൾ പോവാൻ സമ്മതിച്ചു മോളെ. അത് ചെറിയ കാര്യമൊന്നും അല്ല. അത് ചെറിയ കാര്യമല്ല. അതിനെ ചോദ്യം ചെയ്യാനും എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നിന്റെ ലൈഫ് നിന്റെ കയ്യിലാ. അത് കാത്തു സൂക്ഷിക്കാനും പറ്റും, തല്ലി തകർക്കാനും പറ്റും. അതൊക്കെ നിന്റെ ഇഷ്ടം. മമ്മി
ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ അമ്മയ്ക്ക്? കുഴപ്പമില്ല. സുനന്ദേച്ചി പറഞ്ഞ ആള് ബസ് വരുമ്പോ ഇവിടെ ഉണ്ടാവുന്നാണല്ലോ പറഞ്ഞത്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. വാ അമ്മ നടക്കാം. ഹലോ, മോളിക്കുട്ടിയല്ലേ? അതെ. ഞാനേ സുനന്ദേച്ചി പറഞ്ഞ. അയ്യോ, ബസ് വന്നോ? എത്തി. അയ്യോ, ഞാനേ വീട്ടിൽ നിന്ന് പശുവിനെ കറന്ന് പാല് കൊടുക്കണമായിരുന്നു. പശു സമ്മതിച്ചാലല്ലേ നേരത്തിന് കറക്കാൻ പറ്റൂ. ഞാനിപ്പോഴേ പാല് കൊടുത്തിട്ട് തിരിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യ്, അവിടെ നിന്നൊരു ചായ കുടിക്കും. ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ചങ്ങാതി കടവിൽ ഉണ്ടാവും. ടെൻഷനൊന്നും വേണ്ട കേട്ടോ, ഞാൻ ദേ എത്തി. ശരി. ശരി. മോണിക്കുട്ടി ഇപ്പൊ വരും. നമുക്കേ അവിടെ കയറി ഒരു ചായ കുടിച്ചാലോ? ഒരു കാര്യം എനിക്ക് ഉറപ്പായി അമ്മേ, ആ ഗോപാലനോടോ ഭാര്യയോടോ ചോദിച്ചിട്ട് കൃഷ്ണയോടോ അമ്മയുടെ വിവരം അറിയാമെന്ന് വിചാരിച്ചാ ഇനി നടക്കില്ല. ഒന്നുകിൽ അവർ വല്ലാതെ പേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ പേടിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞതിനായിരിക്കും കൂടുതൽ സാധ്യത. ഗോപാലിന്റെ ഭാര്യ ജോലിയെടുത്തത് സിത്താരയുടെ വീട്ടിലല്ലേ? അപ്പോ സിത്താരയ്ക്ക് അത് എളുപ്പമാണല്ലോ. ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ വൈകിപ്പോയി. അതുകൊണ്ടാണ് ഇതിങ്ങനെ കലാശിച്ചത്. അതിനി പറഞ്ഞിട്ടെന്താ? കഴിഞ്ഞതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും കൃഷ്ണമോളെ കണ്ടെത്തിയേ പറ്റൂ. നവീന്റെ ജീവിതം ഒന്നും അല്ലാതെ ആക്കിക്കളയാൻ പറ്റില്ല. അന്വേഷിക്കാമേ. മുമ്പ് ആരെന്നറിയാതെ എവിടെയെന്നറിയാതെ തെരഞ്ഞു നടന്നവരല്ലേ നമ്മള്. എന്നിട്ട് ദൈവം തന്നെ നമ്മുടെ മുമ്പ് കൊണ്ടു നിർത്തി.